ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇന്ത്യ അമേരിക്കൻ താരിഫ് നയത്തിനെതിരെ പ്രതികരിക്കുന്ന ചില മാർഗങ്ങൾ. അതിന്റെ സൂചനയായിട്ട് ആദ്യമേ തന്നെ ഒരു കോൺട്രാക്ട് റദ്ദാക്കിയിരിക്കുകയാണ്. ആ കോൺട്രാക്ട് റദ്ദാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ തൽക്കാലം അത് മരവിപ്പിച്ചിരിക്കുകയാണ്. അത് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് നമ്മൾ 2016 ഒരു 6 P-81 കാറ്റഗറിയിൽപ്പെട്ട എയർക്രാഫ്റ്റുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർഡർ തൽക്കാലം പൗസ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 1 ബില്യൺ എബോ വർത്ത് വരുന്ന ഒരു ഓർഡറാണ്. ഇതേ കാറ്റഗറിയിൽപ്പെട്ട 12 വിമാനങ്ങൾ നമ്മൾ 2009 ഓർഡർ ചെയ്ത് അത് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ 12 എണ്ണം ഈ P-81 കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ നേവിയിൽ. അതിന് പുറമെയാണ് അതിന്റെ എണ്ണം 18ആയി ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ 6 എണ്ണം കൂടി അഡീഷണൽ ഓർഡർ ചെയ്തത്. 2 ബില്യൺ എബോ കൊടുത്താണ് 12 എണ്ണം നമ്മൾ മേടിച്ചത്. അപ്പൊ ഇതിപ്പോ നിലവിൽ 1 ബില്യൺ എബോ ആണ് ഈ ഒരു ഓർഡർ. $1 ബില്യൺ വർത്ത് വരുന്ന ഓർഡർ ഇന്ത്യ ഹാൾട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ടുള്ള മെസ്സേജ് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന ഈ ഒരു താരിഫ് നയത്തിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നടപടിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലെ തുടരെ ഉള്ള പ്രോജക്റ്റുകളിൽ ഇന്ത്യ നടപടി എടുക്കും. സൂചനകൾ അമേരിക്കയ്ക്ക് കൊടുത്തോണ്ടേ ഇരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒരു രീതിയിലും നമ്മൾ മുട്ടുമടക്കിക്കൊണ്ട് അമേരിക്കയുടെ അടുത്ത് റിക്വസ്റ്റുമായിട്ട് പോകുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ ഓൾറെഡി തന്നെ നെഗോസിയേഷന്റെ ഡോർ ഓപ്പൺ ആണ്. അതായത് പഴയ ബൈലേറ്ററൽ എഗ്രിമെന്റിന്റെ നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണല്ലോ 2 രാജ്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യയും എക്സ്പെക്ട് ചെയ്തിരുന്നു. അതായത് ഒരു ഡീൽ, അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ട്രേഡ് ഡീൽ ഉണ്ടാകും എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപ് തന്നെ പലപ്പോഴും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൂപ്പർക്ക് എവിടെയാണ് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഓപ്പോസിറ്റ് പാർട്ടികൾ കൂടുതൽ ഈ ഒരു വിഷയത്തിനെ ചോദ്യം ചെയ്യുകയും അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട നിർബന്ധിത അവസ്ഥയിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് തള്ളപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് പാർലമെന്റിൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ വിളിച്ചു പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ജൂലൈ 30 പ്രൈം മിനിസ്റ്റർ മോദി ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു. ആ 30 ഈവനിങ് തന്നെ ഡൊണാൾഡ് ട്രംപ് അഗ്രസീവായിട്ട് ഈ ഒരു താരിഫ് യൂണിലാറ്ററലി പ്രഖ്യാപിക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. ഇതിനകത്ത് വളരെ വ്യക്തമാണ് പേഴ്സണൽ ആയിട്ടുള്ള ഗ്രഡ്ജ് വെച്ചിട്ടാണ് ഈ ഒരു താരിഫ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ മേളിൽ. അതായത് ഡൊണാൾഡ് ട്രംപ് പറയുന്ന നുണകൾക്കൊക്കെ നമ്മൾ കൂട്ടുനിൽക്കണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അത് ഇന്ത്യ അതിന് തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് താരിഫ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും പ്രൈം മിനിസ്റ്റർ മോദി ഇതിനെ ഇന്ത്യയിലുള്ള കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് മാറ്റി തീർക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് കടന്നു കയറാനുള്ള താല്പര്യമുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. അല്ലാതെ ഇതിനകത്ത് ഫേക്ക് നറേറ്റീവ്സ് ഒന്നുമില്ല. അമേരിക്കയുടെ താല്പര്യം അത് തന്നെയാണ്. അമേരിക്കൻ പ്രോഡക്റ്റുകൾ, ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത അമേരിക്കൻ പ്രോഡക്റ്റുകൾ, കോൺ ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ കയറ്റി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് പ്രൈം മിനിസ്റ്റർ മോദി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് വേറെ ഒന്നുമില്ല, മത്സ്യത്തൊഴിലാളികൾ, അതേപോലെ കൃഷിക്കാർ, അതേപോലെ തന്നെ കാറ്റിൽ ഫീഡേഴ്സ്, ഡയറി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഈ രീതിയിലുള്ള ഫാർമേഴ്സിനെ എയിം ചെയ്തുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ പോളിസി നമ്മൾ കൊണ്ടുപോകുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ബൈലേറ്ററൽ നെഗോസിയേഷൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചതിന് US സൈഡിൽ നിന്ന് നോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ബൈലേറ്ററൽ ഓൾറെഡി പീയൂഷ് ഗോയലൊക്കെ അമേരിക്കയിൽ പോയി ചർച്ച നടത്തി ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോയിരുന്നല്ലോ. അതിനും ഇപ്പൊ സാധ്യമല്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. സംഭവം വളരെ പേഴ്സണലാണ്. ട്രംപ് നാണം കെട്ടു, കള്ളം പറഞ്ഞ് നാണം കെട്ടു. ഇന്ത്യ പാകിസ്ഥാന്റെ ഇടയിൽ ഞാൻ ഇടപെട്ടിട്ടാണ് യുദ്ധം നിർത്തിയത് എന്ന് ആവർത്തിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കള്ളമാണെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ തെളിഞ്ഞു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ഒരു വിഷയത്തിൽ ഹ്യൂമിലിയേറ്റഡ് ആണ് പുള്ളിക്കാരൻ. അതുകൊണ്ടാണ് ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ റഷ്യ ഇതൊക്കെ പിന്നെ പറയുന്ന കാരണങ്ങളൊക്കെ ജസ്റ്റ് ഒരു സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, അത്രേ ഉള്ളൂ. അജിത് ഡോവൽ മെയിൻ ആയിട്ടും റഷ്യ സന്ദർശിച്ചതിൽ പ്രധാനപ്പെട്ട വിഷയം വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചർച്ച. അതുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷാ സന്നാഹങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇതെല്ലാം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് മനസ്സിലാക്കിയെടുക്കാനാണ് അജിത് ഡോവൽ മോസ്കോ സന്ദർശിച്ചിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് വ്ളാഡിമിർ പുടിൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ നോർത്ത് കൊറിയയ്ക്ക് മാത്രമാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അതായത് വളരെ പരിമിതമായ സ്ഥലങ്ങൾക്കാണ് പുള്ളിക്കാരൻ ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ പുടിന്റെ ഇന്ത്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രാക്റ്റുകളും ബിസിനസ് ഡീലുകളും കാര്യങ്ങളെല്ലാം തന്നെ റെഡിയാകുന്നുണ്ട്. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനമായിട്ട് ഇന്ത്യ അമേരിക്കയുമായിട്ട് ട്രംപുമായിട്ട് പ്രത്യേകിച്ച് താരിഫുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിനെ മുതലെടുത്തുകൊണ്ട് പുടിന് വമ്പൻ സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്.
വലിയ രീതിയിൽ അതിനെ ആഘോഷിക്കാനും റെഡിയാകുന്നുണ്ട്. വലിയ രീതിയിൽ ഒരു ഗ്ലോബൽ ഫോക്കസ് ആയിട്ട് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. പാരാ ഡിഫൻസ് സ്പേസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി ഒരു ജർമ്മൻ കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെന്റ് തയ്യാറായിട്ടുണ്ട്. ആ എഗ്രിമെന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഡിപ്ലോയബിൾ റിഫ്ലക്ടർ ആന്റന മാനുഫാക്ചറിങ് ചെയ്യാനുള്ള കരാറിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. ജർമ്മനീസ് ഹൈ പെർഫോമൻസ് സ്പേസ് സ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് GmbH എന്നാണ് ഷോർട്ട് ഫോം ആയിട്ട് അറിയപ്പെടുന്നത്. ഈ കമ്പനിയുമായിട്ടാണ് ധാരണയായിരിക്കുന്നത്. അതായത് ഇത് ഈ പാരാഷൂട്ട് പോലെ നമുക്ക് ഡിപ്ലോയ് ചെയ്ത് സ്പേസിൽ തന്നെ ഡിപ്ലോയ് ചെയ്തിട്ട് ഹൈ ഫ്രീക്വൻസി ആന്റന ഡിപ്ലോയ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്. അതായത് ഏത് മേഖലയിലും ഇൻഫാക്ട് നമുക്ക് നമ്മളുടെ കവറേജിൽ പെടാത്ത ഏരിയ ആണെങ്കിൽ പോലും നമുക്ക് ഇത് ഡിപ്ലോയ് ചെയ്തിട്ട് അവിടുത്തെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ ഇതിനാണ് ധാരണയായിരിക്കുന്നത്. ജർമ്മൻ കമ്പനിയുമായിട്ടാണ് ഇന്ത്യ ടൈപ്പ് വെച്ചിട്ട് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ട്രംപിന്റെ ഇന്ത്യക്ക് മുകളിലുള്ള 50% താരിഫിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് ചൈനയുടെ ഫോറിൻ അംബാസിഡർ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പുള്ളി പറഞ്ഞത് ഇത് ഒരുതരം ബുള്ളിയിങ് ആണ്. സമീപ കാലഘട്ടത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ ട്രേഡിനെ കൊലാപ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻസുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിലിപ്പോൾ ഇന്ത്യക്കെതിരെ എടുത്തിരിക്കുന്ന നിലപാട് തീർച്ചയായിട്ടും ഒരു ബുള്ളിയിങ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് അമേരിക്ക പല രാജ്യങ്ങളുടെയും അവരുടെ സോവറൈൻ ഇൻഡസ്ട്രി, അതായത് അവരുടേതായിട്ടുള്ള ഇൻഡസ്ട്രി ഉണ്ട്, ആ രാജ്യത്തിന്റെ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിക്കുള്ളിൽ കടന്നു കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഈ രീതിയിലുള്ള ചില ഇരട്ടത്താപ്പുകൾ അതിനെ തുറന്നു കാട്ടുന്ന രീതിയിലാണ് ചൈനീസ് അംബാസിഡർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിലവിലെ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് ഇച്ചിരി മെച്ചപ്പെട്ടതിന്റെ, ആ ഒരു റിലേഷൻഷിപ്പ് ഇച്ചിരി ബെറ്റർ ആവുന്നതിന്റെ, ഈ ബ്രിക്സ് കൂട്ടായ്മയൊക്കെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് വരേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് സംസാരിച്ച സാഹചര്യത്തിലാണ് ചൈനീസ് അംബാസിഡർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ചൈന സന്ദർശനം നടത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചൈനയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ സൂചന ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് ബെറ്റർ ആകുന്നു എന്ന് തന്നെയാണ്. അതായത് ബോർഡർ ലൈനിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെയും ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ കുറച്ച് ശക്തമായിട്ട് അമേരിക്കൻ ചേരിയിൽ ക്വാഡിലൊക്കെ മെമ്പറായിട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ ഈ ഒരു ഇഷ്യൂ വരുന്നത്. അതിനു മുമ്പ് ഇന്ത്യ വൺ ചൈന പോളിസി തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ എന്നാലും ഇന്ത്യക്ക് വിയോജിപ്പുള്ളത് ടിബറ്റ് മേഖലയിലാണ്. കാരണം അവിടെയാണ് നമ്മളുടെ ലഡാക്കിന്റെ ഭാഗം ചൈന ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും മറ്റുള്ള വ്യാപാര മേഖലകളിൽ നമുക്ക് കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സഹകരിച്ചെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്നാണ് ഇന്ത്യക്കുള്ളിലുള്ള ട്രാൻസ്പോർട്ടേഷൻ, ചൈനീസ് പൗരന്മാർക്ക് ഇന്ത്യക്ക് വരാനുള്ള ഒരു പെർമിഷൻ, അതായത് ചൈനയിലുള്ള എഞ്ചിനീയേഴ്സിന് ഇന്ത്യയിലുള്ള ഇലക്ട്രോണിക് കമ്പനികൾ വിസിറ്റ് ചെയ്യാനും അവർക്ക് ഇന്ത്യക്കുള്ളിൽ ജോലി എടുക്കാനുമുള്ള സാധ്യത ഇന്ത്യ ഓക്കെ ആക്കി കൊടുത്തത്. അതായത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം വളരെയധികം ഡീപ്പായിട്ട് മുന്നോട്ട് പോകുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മാനറിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് അവിടെ ഒരു സംഭവം നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം നെഗോഷിയേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്ന അനുസരിച്ച് ഫർദർ നെഗോസിയേഷനിലോട്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മാനറിലാണ് ഇന്ത്യയും ചൈനയുമുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ആയി പോകുന്നത്. അല്ലാതെ മൊത്തത്തിൽ നമ്മൾ ചൈനയ്ക്ക് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആക്കി കൊടുത്തു, അങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു, അങ്ങനെയൊന്നുമില്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള കൺസ്ട്രക്റ്റീവ് മാനറിലാണ് ഈ ഒരു നെഗോസിയേഷൻ നടക്കുന്നത്. അത് ചൈനയ്ക്കും അറിയാം, ഇന്ത്യക്കും അത് കൃത്യമായിട്ട് അറിയാം. നമ്മളുടെ ഒരു ബോർഡർ ലൈൻ എന്താണെന്നുള്ളതും നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളതും ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ചൈന എടുത്ത് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ മാരുതി പോലത്തെ കമ്പനികൾ, മഹീന്ദ്ര പോലത്തെ കമ്പനികളൊക്കെ ഈ EV കാർ മാനുഫാക്ചറിംഗിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണ് ഈ റെയർ എർത്ത് എലമെന്റ്സ് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് താൽക്കാലികമായിട്ട് നമ്മൾ ചൈനയുമായിട്ട് ഒരു നെഗോസിയേഷനിൽ എത്തി മുന്നോട്ട് പോവുകയാണ്. പിന്നെ ചൈന നോക്കിക്കാണുന്നത് ഇന്ത്യ ഒരിക്കലും അമേരിക്കയെ ഇടപെടുത്തിക്കൊണ്ട് ചൈനീസ് പ്രോബ്ലം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഇനി ഒരിക്കലും അത് നടക്കത്തുമില്ല. ഇന്ത്യ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ചൈനയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ചൈന ഇന്ത്യയുമായിട്ട് ഈ ഒരു നിലപാടിൽ മുന്നോട്ട് വരുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ചൈനയ്ക്കെതിരെ അമേരിക്കയെ ഇന്ത്യക്കുള്ളിൽ കടത്തിവിടില്ല എന്നുള്ളത് ചൈനയ്ക്ക് ഉറപ്പായിട്ട് അറിയാം. കാരണം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ മറ്റൊരാളുടെ ചൊൽപ്പടിക്ക് നിന്നിട്ട് മറ്റൊരു രാജ്യത്തിനെതിരെ ഇന്ത്യ തീരുമാനം എടുക്കില്ല ഒരിക്കലും. ഇപ്പോഴും ആ ഒരു നിലപാട് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നുണ്ട്. കോയമ്പത്തൂർ ബേസ്ഡ് ശക്തി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഈ കമ്പനി ഇപ്പം തൂത്തുക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് തമിഴ്നാട്ടില് തൂത്തുക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്യൂണിഷൻസ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഫാക്ടറി നിർമ്മിച്ചിരിക്കുകയാണ്. അപ്രോക്സിമേറ്റ്ലി $570 മില്യൺ വർത്തിലാണ് ഈ ഒരു പ്രോജക്ട് മുന്നോട്ട് പോകുന്നത്. ഇറ്റ് മീൻസ് ഏതാണ്ട് 5000 കോടി വർത്ത് വരുന്ന പ്രോജക്റ്റ് ആണ്. ഈ പ്രോജക്റ്റ് നമ്മളുടെ DRDOയുടെ ക്ലസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ പാർട്ടായിട്ട് തന്നെയാണ് വരുന്നത്. ഈ കോയമ്പത്തൂർ ബേസ്ഡ് ശക്തി ഗ്രൂപ്പിന് ഓൾറെഡി തന്നെ DRDOയുടെ അപ്രൂവൽ ഉണ്ട്.
ഇവരുടെ പ്രോഡക്റ്റ് ഓൾറെഡി തന്നെ ഇന്ത്യൻ ആർമി അപ്രൂവ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊരു ബ്രാഞ്ച് എന്നുള്ള നിലയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ബ്രാഞ്ചിനും ഇതേ അപ്രൂവലും കാര്യങ്ങളൊക്കെ നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് അവർ വളരെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ അമ്യൂണിഷൻസ് മാനുഫാക്ചറിംഗിൽ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഫാക്ടറി അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇന്ത്യയും UK തമ്മിൽ നിലവിൽ ഒരു ട്രേഡ് എഗ്രിമെന്റ് ധാരണയായല്ലോ. പ്രൈം മിനിസ്റ്റർ മോദി പോയിട്ടുണ്ടായിരുന്നു. അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ജയശങ്കർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ UK വെച്ചിട്ട് ഈ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഈ ചർച്ച നടന്നതിൽ റോൾസ് റോയ്സിന് ഒരു പ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. റോൾസ് റോയ്സ് ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട റെക്ടിഫിക്കേഷൻ വർക്കുകളിലേക്ക് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യക്കുള്ളിലുള്ള എയർക്രാഫ്റ്റുകൾ, എഞ്ചിന്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അതിനൊരു മെയിൻ്റനൻസ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു ഇന്ത്യൻ കമ്പനിയുമായിട്ട് ചേർന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർ ഉദ്ദേശിക്കുന്നത് MRO ആൻഡ് സപ്ലൈ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഇന്ത്യക്കുള്ളിൽ ഒരു യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് റോൾസ് റോയ്സ് തയ്യാറാകുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഹൗസിലുള്ള ട്രേഡ് അഡ്വൈസർ പീറ്റർ നവേറോ ഗവൺമെന്റിന് ഉപദേശം കൊടുത്തിരിക്കുകയാണ്. അതായത് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന് 50% താരിഫ് ഇട്ട് നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രാഥമികമായിട്ട് അമേരിക്കയുടെ ഉള്ളിലെ ഈ ഒരു താരിഫ് വളരെയധികം ദോഷം ചെയ്യും എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പാണ് ട്രേഡ് അഡ്വൈസർ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ US ഫോർമർ അംബാസിഡർ നിക്കി ഹെൽക്കിയും ഇതേ സെയിം അഭിപ്രായം തന്നെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് US ഉള്ളിലുള്ള പലരും ഇന്ത്യക്ക് മേലിൽ ചുമത്തിയ ഈ ഒരു 50% താരിഫിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഡയസ്പൊറ അമേരിക്കയിൽ ഇത് വെറുതെ ഇരിക്കത്തില്ല. അവർ തീർച്ചയായിട്ടും ഇന്ത്യ സൈലന്റ് ആയിട്ട് ഇതിന് എന്താണോ പണി ചെയ്യേണ്ടത് ആ പണി ചെയ്യും. അത് ഉറപ്പായിട്ടും ചെയ്യും. അതിന്റെ പ്രഷർ ട്രംപ് അഡ്മിന്റെ മേളിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.